ഈ മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളി പൊളിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എവിടം വരെയായി എന്ന് ചില പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകരെ നിങ്ങൾക്കതിന് ഉത്തരം നൽകാൻ മുനമ്പം സമരത്തിൻ്റെ നായകനായ ഫിലിപ്പ് ജി മുന്നിലുണ്ട്. എവിടെയായി പള്ളി പൊളിക്കൽ, എവിടം വരെയായി? സാർ, ഇത് നമ്മൾ സിനിമകളിലൊക്കെ പറയില്ല, നടക്കുന്ന കാര്യം വല്ലതും പറയണം. ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മുനമ്പം പള്ളി പൊളിച്ചു മാറ്റണം, അത് വഖഫ് ഭൂമിയിൽ അനധികൃതമായി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഒരു പരാതി കളക്ടർ എടുത്തു പോയി. കളക്ടർ അടുത്ത് പോയപ്പോൾ കളക്ടർ പറഞ്ഞു നോക്കിയിട്ട് പൊളിക്കേണ്ടതാണെങ്കിൽ പൊളിക്ക് എന്ന് പറഞ്ഞ് 2025 ജൂൺ 16 കൊച്ചി തഹസിൽദാർക്ക് ഒരു ഉത്തരവ് കൊടുത്തിരുന്നു. അത് നിങ്ങളാരും അറിഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരാതി പോയിരുന്നതും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്നും ഈ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിലായിരുന്നു ഫസ്റ്റ് ഈ ഒരു ന്യൂസ് വന്നത്. മറ്റുള്ള ഒരു മാധ്യമങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല? ഞങ്ങൾ ആരും അറിഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഈ പരാതി കിട്ടി, കളക്ടർ അത് പരിശോധിച്ചിട്ട് പൊളിക്കേണ്ടതാണെങ്കിൽ പൊളിക്കാൻ ജൂൺ മാസത്തിൽ തന്നെ ഉത്തരവിട്ടു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ അന്വേഷണ പ്രകാരം യാതൊരുവിധ പേപ്പറുകൾ. പക്ഷേ ഇപ്പോൾ ഈ ആരാണ് പരാതിക്കാരൻ്റെ പേരെന്താണ്? അബ്ദുൾ ലുക്മാൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ, പക്ഷേ കളക്ടർ ഉത്തരവിട്ടിട്ടും, അതായത് സർക്കാർ ഉത്തരവിട്ടിട്ടും തഹസീൽദാർ അനങ്ങുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ട് പൊളിക്കണം എന്നാണ് പറയുന്നത്. ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നോട്ടീസ് ഇതുവരെയും പള്ളിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇതുവരെയും പള്ളിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇന്നോ ഇന്നലെയോ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു രാധാകൃഷ്ണൻ സാറായിട്ട് ഇരുന്ന. ഫിലിപ്പ് ജി, ഞാനൊരു പ്രധാനപ്പെട്ട സംശയം ചോദിക്കട്ടെ, അങ്ങനെ ഞാൻ ഇടപെട്ട് ശ്രമിക്കണം. അതായത് ഈ മുനമ്പം സമരം വിജയിച്ചു, കരമടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചുകൊണ്ട് സമരം വിജയിച്ചു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് പള്ളിയിൽ നിന്ന് ആ പന്തലൊക്കെ പൊളിച്ചുകൊണ്ട് പോയി. പള്ളിയിൽ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പന്തലൊക്കെ പൊളിച്ചിട്ട് പോയി. പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു. അച്ഛൻ തന്നെ ഇറങ്ങി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അവിടെ ക്യാമ്പയിൻ ചെയ്ത് വോട്ട് പിടിക്കാൻ വീടൊക്കെ കയറി. പക്ഷേ അതേ സമയത്ത് സർക്കാർ നിങ്ങളുടെ പള്ളി, അച്ഛനിരിക്കുന്ന പള്ളി പൊളിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. എല്ലാത്തിലുപരി വേറൊരു കാര്യം സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു മാധ്യമം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല സാർ. കാരണം ആദ്യം ഇതിന് മുമ്പ് ഇപ്പോഴത്തെ ഞങ്ങൾക്കൊരു MLA ഉണ്ട്, ഉണ്ണികൃഷ്ണൻ എന്ന് പറയും. ഇത്ര നിർഗുണനായ ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് കിട്ടണ്ട. ഇതിൽ വരെ ഞങ്ങളുടെ ഒരു ഞങ്ങളെന്താ ഭാഗ്യക്കേടാണെന്ന് പറയും. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു നാടകം നടത്തിയിരുന്നു. ഏതാനും കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ കരമെല്ലാം അടയ്ക്കാം, നിങ്ങൾക്ക് കരമടക്കാം എന്നും പറഞ്ഞിട്ട് ഒരു മലയാളത്തിലുള്ളൊരു വില്ലേജ് ഓഫീസിൽ നിന്നൊരു പേപ്പറാണ് കിട്ടിയത്, കരമടക്കാം. അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു, ബഹുമാനപ്പെട്ട MLA എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഭയങ്കര തർക്കങ്ങളായിരുന്നു. MLAനെ തുറന്ന ജീപ്പിൽ കൊണ്ടുവന്നോ, MLA വന്നതിന് ശേഷം പായസം കൊടുക്കണോ, MLAക്ക് കടലിൽ നിന്ന് അത്യാവശ്യം, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. MLAനെ എങ്ങനെ ആദരിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ ഏറ്റവും വലിയ ചതി MLAക്ക് ഈ നോട്ടീസ് അറിയാമായിരുന്നു. അതായത് പച്ച വെളിച്ചത്തിൽ മനുഷ്യനെ ചതിക്കെന്ന് പറയില്ലേ, അതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ നോട്ടീസ് ഞങ്ങൾ കാണുന്നത്. അതിൽ എന്തെന്നാണ് എഴുതിയിരുന്നത് വെച്ചെന്ന് അറിയാമോ സാറേ? ഫോർ അലവിങ് ടു പേ ടാക്സ് ഫോർ ഇല്ലീഗൽ ഓക്യുപ്പൻസ് ഓൺ വഖഫ് ലാൻഡ് എന്നാണ് എഴുതിയിരുന്നത്. വഖഫ് ഭൂമിയിൽ അനധികൃതമായി താമസിക്കുന്ന അവർക്ക് വേണ്ടി കരമടക്കാൻ വേണ്ടി കേരള സർക്കാർ. എന്തൊരു ചതിയാണല്ലേ, എന്തൊരു ചതിയാണ്. നിങ്ങളെ കയ്യേറ്റക്കാരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് സർക്കാർ ഇതിൽ കാശ് കിട്ടിക്കോട്ടെ. ആദ്യം നമ്മൾക്ക് തന്ന പേപ്പറിൽ മലയാളത്തിൽ കരമടയ്ക്കാനുള്ള ഇത് കാര്യം. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ പേപ്പർ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന കൊടും ചതി അത് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തു, ആരും റിപ്പോർട്ട് ചെയ്യും. ആ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. അതിൽ ആ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും സങ്കടം വരും. നമ്മൾ 5-6 തലമുറയായിട്ട് താമസിക്കുന്ന ഞങ്ങളെ ഒരു വഖഫ് ബോർഡ് കയ്യേറ്റക്കാരാക്കി. വഖഫ് ബോർഡ് സിഇഒൻ്റെ ഒരൊറ്റ ലെറ്ററിലാണ് ഞങ്ങളെ വഖഫ് ബോർഡ്. കാരണം സാറിനറിയാം, വഖഫ് ബോർഡിൻ്റെ നിയമാവലിയിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഭൂമി വഖഫ് ആക്കണമെങ്കിൽ എന്തെല്ലാം ക്രൈറ്റീരിയയിലൂടെ അവർ പോകണമെന്നുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് അവർ ഞങ്ങൾ ഈ വഖഫ് ഭൂമിയിലേക്ക് എഴുതി ചേർത്തത്. അല്ല, ഇത് വഖഫിൻ്റെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഉത്തർപ്രദേശിൽ ഉദയപ്രതാപ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ടായിരുന്നു. ഈ കോളേജിൻ്റെ മതിലിന് പുറത്ത് ഒരു ഖബർ ഉണ്ടായിരുന്നു. ഈ ഖബർ ഉണ്ടായിരുന്നുകൊണ്ട് അവിടുത്തെ പള്ളിക്കാർ പറഞ്ഞു, ഈ കോളേജ് ഞങ്ങളുടെയാണ്, 500 ഏക്കർ സ്ഥലമുണ്ട്, ഇത് വഖഫിൻ്റെ ആണെന്ന് പ്രഖ്യാപിച്ചു. പിറ്റേ വെള്ളിയാഴ്ച കോളേജ് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, 10-20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളും അധ്യാപകരും സ്റ്റാഫും എല്ലാം കൂടെ ആ പള്ളി അങ്ങോട്ട് വളഞ്ഞു. വെള്ളിയാഴ്ച മസ്ജിദ് വളഞ്ഞിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കോളേജ് വഖഫാണെന്ന് പറഞ്ഞാൽ നീ ഒന്നും ഈ മസ്ജിദിൽ നിന്നും പുറത്തിറങ്ങത്തില്ല. ഇവിടുത്തെ മാത്രമല്ല, ഉത്തർപ്രദേശിലെ ഒരു മസ്ജിദിൽ നിന്നും ഒരുത്തരും പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്ത് പറ്റിയെന്നറിയോ? വഖഫ് ബോർഡ് ആ ഉത്തരവ് പിൻവലിച്ചു. ഈ
UP ഉദയപ്രതാപ് കോളേജ് വഖഫിൻ്റെ അല്ല എന്നും പറഞ്ഞ് ഉത്തരവിറക്കി. അപ്പോൾ വഖഫ് ബോർഡിന് വേണമെങ്കിൽ വഖഫ് ആക്കുകയും ചെയ്യാം, വേണം ആക്കാതിരിക്കുകയും ചെയ്യാം. ഇവിടെ സംസ്ഥാന സർക്കാരിന് നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിനോട് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്താൽ മതി. ഉടനെ അത് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന് ഇന്ന് ഒരു മതവിഭാഗത്തിന് പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിരുന്നു ഇത്. സാർ, മുനമ്പം ഒരു ചെറിയ സംഭവമല്ല, ഇതൊരു വെൽ പ്ലാൻഡ് മേർഡർ എന്ന് പറയൂലേ, വെൽ പ്ലാൻഡ്. അവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി നോക്കി. അതിൻ്റെ ഫസ്റ്റ് കാൽവെപ്പായിരുന്നു മുനമ്പം. അല്ല, മുനമ്പം ജയിച്ച കേരളം മുഴുവൻ വഖഫാക്കാനുള്ള പ്ലാനായിരുന്നു. അതിനുശേഷം മുനമ്പത്തിന് ശേഷം ചെല്ലാനതിൻ്റെ ഒരു പ്രത്യേകത സാറിന് അറിയാമോ? അവിടെ ഒറ്റ മുസ്ലിം പള്ളി, ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരേ ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടെങ്കിൽ അതും ഞാനാണ് ആദ്യം ലോകത്തോട് വിളിച്ചാണ് പറയുന്നത്. ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്താണത്. അത് വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ളതാണെന്ന് പറഞ്ഞു. പഞ്ചായത്ത് മൊത്തം. അതുകൂടാതെ ഇവരുടെ പ്ലാനിലുണ്ടായിരുന്നത്, ഇവർ എഴുതി വെച്ചിരുന്നത് 33,000 ഏക്കറാണ് വഖഫ് ബോർഡിന് കേരളത്തിൽ ഉള്ളതെന്നാണ് പറയുന്നത്. സാർ, ഇന്ന് കേരളത്തിൻ്റെ എത്രയോ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു സർവേ അനുസരിച്ച് ഏതാണ്ട് നമ്മളുടെ സ്റ്റേയിങ് ആയിട്ടുള്ള സ്ഥലം, അതായത് നമുക്ക് ജനവാസമുള്ള സ്ഥലം ഏതോ 33% 40% ബാക്കി കാടും കായലും ഇൻഫ്രാസ്ട്രക്ചറും ആയിട്ട് കിടക്കുകയാണ്. സാർ, ഇപ്പോൾ ഈ 33,000 ഏക്കറത്തിൻ്റെ വ്യാപ്തി പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ ഈ മുനമ്പം ഈ വഖഫ് പ്രദേശം എന്ന് പറയുന്നത് ഒരു 3.5 കിലോമീറ്റർ സ്ട്രെച്ചാണ്. 3.5 കിലോമീറ്റർ സ്ട്രെച്ച്. ഒരു നടുഭാഗം വേണമെങ്കിൽ ഒരു 500 മീറ്റർ അല്ല ചിലപ്പോൾ ഒരു 1 കിലോമീറ്റർ സ്ട്രെച്ച് വരുന്നൊരു ഭാഗം ഉണ്ടാകാം. ഇത് 134 ഏക്കറുള്ളൂ. അപ്പോൾ 33,000 ഏക്കർ എന്ന് പറയുമ്പോൾ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൻ്റെ പകുതി പോകുമായിരുന്നു. 38,64 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ആകെ വിസ്തൃതി. അതിൽ 33,000 ഏക്കർ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ വരെ കയ്യിലിരിക്കും? അല്ല, ഞാനൊരു കാര്യം ചോദിക്കുന്നത് അറിയോ, അങ്ങടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുനമ്പം പ്രദേശത്ത് ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. അവരെല്ലാം കൂടെ സമരം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തട്ടിപ്പ് പദ്ധതി ഉണ്ടായി. അത് കണ്ടിട്ട് സമരം അവസാനിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം അവിടെ ഈ സമരത്തിൻ്റെ നായകസ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ് ഈ വേളാങ്കണ്ണി മാതാ പള്ളിയിലെ വൈദികൻ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിന് അനുകൂലമായിട്ട് CPMന് വോട്ട് പിടിക്കാൻ ഇറങ്ങിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ? അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു കാര്യം, കാരണം ഞാൻ അതിൽ അങ്ങനെ നടന്നൊരു കാര്യത്തിന് ഇപ്പം ഞങ്ങൾക്ക് ദൈവം, കാരണം ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരുടെ മുന്നിൽ നിന്നുണ്ടല്ല കാര്യങ്ങൾ ആൾക്കാരുടെ പിന്നിൽ നിൽക്കുന്ന ആളാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ഞാൻ ഇന്നും രാവിലെയും വിശുദ്ധ കുർബാനയൊക്കെ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കാണുന്നൊരു മനുഷ്യനാണ്. എനിക്ക് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അത് ഭാഗ്യക്കേടായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങളിപ്പം ക്രിസ്ത്യാനികളല്ലെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു ഹൈന്ദവ സഹോദരന്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു കൂട്ടായ ഒരു പ്രയത്നമാണ്. പക്ഷേ ദൈവാനുഗ്രഹം, പിന്നെ ഞങ്ങളുടെ ശക്തമായ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് BJP അവിടെ ജയിക്കാൻ സാധിച്ചത്. പള്ളിയിരിക്കുന്ന വാർഡിൽ BJP ജയിച്ചു. അല്ല, രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തപ്പോഴത്തേക്ക് ഈ മുനമ്പം സമരത്തിന് വേണ്ടി ഒന്നിച്ചു നിന്ന ആളുകൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടായോ? ഉണ്ടായിരുന്നു. കാരണം എസ്പെഷ്യലി കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങൾക്കറിയാം, അവർക്ക് അവിടെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ബട്ട് അവർ ഹാർബർ റിലേറ്റഡ് CITU അങ്ങനെയുള്ള സംഘടനകളായിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അവർക്ക് ശക്തമായ നിർദ്ദേശം അവരുടെ പാർട്ടി സൈഡിൽ നിന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കരുതെന്ന്. പക്ഷേ UDFകാർ കോൺഗ്രസ്സായിട്ട് ചേർന്ന് നിർദ്ദേശിച്ച ആൾക്കാർ, അതായത് ഈ സമരം ഈവൻ UDFൻ്റെ സ്ഥാനാർത്ഥി പോലും, ഈ പ്രാവശ്യത്തെ UDFൻ്റെ സ്ഥാനാർത്ഥി പോലും അവരുടെ കുറച്ച് കാലഘട്ടങ്ങളിൽ സമരമായിട്ട് സജീവമായിരുന്നു. പക്ഷേ പുറമേ നിന്നുള്ള കുറേ പ്രശ്നങ്ങൾ എങ്ങും നിൽക്കാതിരുന്ന ഭൂസംരക്ഷണ സമിതി അവസാനം കൺവീനർ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അതാണ്. പക്ഷെ അതിലും വലിയ നാടകമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം BTHൽ നടന്നത്. സാറ് കണ്ടു കാണും. എന്താണ്? അല്ല, സാറിനോട് ഞാൻ പറഞ്ഞില്ലേ, കാരണം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും വന്ന് VD സതീശനെ കാണുകയും സതീശൻ സഹായിച്ചതിന് നന്ദി പറഞ്ഞു. എന്ത് സഹായിച്ചു? അത് അവരോട് അത് കൂടാതെ മുഹമ്മദ് ഷാ ആരാണ്? മുസ്ലിം ലീഗിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ലീഗ് ഇത് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെയും നന്ദി പറഞ്ഞുകൊണ്ട് വന്നു. ആര് നന്ദി പറയാമോ? അച്ഛനല്ലേ? ഞാൻ എന്ത് പറയാൻ ഇതിലൊന്നും എനിക്ക്, കാരണം എനിക്ക് ഇതിൽ കേട്ടത് മുനമ്പത്ത് നമ്മുടെ വേളാങ്കണ്ണി ഇപ്പോൾ പൊളിക്കണമെന്ന് പറഞ്ഞ വേളാങ്കണ്ണി മാതാ പള്ളിയിലെ അച്ഛൻ്റെ പേര് ആൻ്റണി, അങ്ങനെ ആണല്ലേ? ആൻ്റണി. അദ്ദേഹം ഞാനിപ്പോൾ അറിഞ്ഞത്
ഈ ലുക്മാനും അവിടെ ഉണ്ടായിരുന്നെന്നാണ് ഞങ്ങൾ അറിയാം. ഉണ്ടായില്ലേന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ പൊളിക്കണമെന്ന് പറഞ്ഞ ലുക്മാൻ ഉണ്ടല്ലോ, അദ്ദേഹം ആ സദസ്സിലുണ്ടായിരുന്നെന്നാണ് ഞങ്ങളിപ്പോൾ കേട്ടേക്കുന്നത്. അത് ശരി. ഉണ്ടായില്ലെന്ന് സത്യം വേണ്ടതെന്ന് നമുക്കറിയില്ല. അല്ല, ഇപ്പോൾ ഈ പള്ളി പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കളക്ടർ അടുത്ത് പോയി, പിന്നെ ഹൈക്കോടതി പോയി എന്നതൊക്കെ മുൻപത്തുകാരൻ ഞെട്ടലോടെ ആയിരിക്കും കേട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഭൂസംരക്ഷണ സമിതിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കറിയാം. അവർക്കെല്ലാവരും ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്നു. കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തടയാൻ പറ്റിയ ആൾക്കാർ എവിടെയാണെന്നുള്ളത് നാട്ടിലെല്ലാവരും ഒരേ മനസ്സുള്ള ആൾക്കാരായിരിക്കില്ല. ഇത് ഇങ്ങനൊരു കാര്യം കേട്ടില്ല. ഞങ്ങൾ പറയും നിങ്ങൾ ഭൂസംരക്ഷണ, പക്ഷേ എല്ലാത്തിലുപരി സാർ ഇതിൻ്റെ ഇടയിൽ, ഈ സമരത്തിനിടയിൽ വേറൊരു ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയ്ക്കെതിരെ ഇല്ല. ആ സംഘടന ശരിക്കും ഒരു മഹത്തായ സംഘടനയാണ്, നല്ല രീതിയിൽ പോകുന്നൊരു സംഘടന. പക്ഷേ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് സംഘടന, KLCA എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, KRLCA എന്ന് പറയുന്ന ഒരു സംഘടന. ഇതിൻ്റെ 2 സംസ്ഥാന നേതാക്കന്മാരുണ്ട്. അതായത് ഒരെണ്ണം അഡ്വക്കേറ്റ് ഷെറി ജെ തോമസും ഒരെണ്ണം ഒരു ജൂഡ് ജോസും. ഇപ്പം ഈ 2 വ്യക്തികളും UDF സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നടക്കുക. മുണ്ടും ഷർട്ടും തയ്പ്പിച്ച് വെച്ചേക്കണ കുറച്ച് ദിവസമായി. ഭയങ്കര ഇടപെടലുകളാണ്. പക്ഷേ സമരപ്പന്തലിൽ സന്ദർശിക്കും. കാരണം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇവരാണ് വഞ്ചി സ്ക്വയറിൽ സമരം, ആദ്യമായിട്ട് വഞ്ചി സ്ക്വയറിൽ സമരം വരുന്നത് ഓർമ്മയുണ്ടോ? അന്ന് KLCA ആണ് ഞങ്ങളോട് വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് വഞ്ചി സ്ക്വയറിൽ സമരം ചെയ്യാൻ ഞങ്ങൾ അവരെ വിശ്വസിച്ച് വഞ്ചി സ്ക്വയറിൽ. പക്ഷേ വഞ്ചി സ്ക്വയറിൽ ചെന്ന് നേതാവ് പ്രസംഗിച്ച് മാറിയതിന് ശേഷം ബാക്ക് മാജിക് ഷോ നടത്തുന്ന പോലെ വീണ്ടും മിന്നൽ മുരളിയായിട്ട് വേറൊരാൾ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ. പിന്നീടാണ് നമ്മൾ അറിയണത് അദ്ദേഹത്തിന് മറ്റേ MP ഹൈബീഡന് വേണ്ടിയുള്ളൊരു നാടകമായിരുന്നു, പ്രോക്സി ആയിരുന്നു. ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ നാടകം എന്താണെന്ന് സാർ, UDF LDF ഇന്ന് ഏതായാലും മുനമ്പത്തേക്ക് വരാൻ പറ്റില്ല. കാരണം അവർക്ക് മനസ്സിലായി മുനമ്പം സമരം അവരെ ആൾക്കാർക്ക് ബോധ്യമായി. ഇവർ ചെയ്ത ചതിയും ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം മുനമ്പത്തുകാർക്ക് എല്ലാവർക്കും. UDF അങ്ങനെ വരും. അവരല്ലേ പാർലമെന്റിൽ ഇതിനെ ഏറ്റെടുക്കാമെന്നുള്ള നിയമം കൊണ്ടുവന്നു, പുതിയ നിയമം വന്നപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മറ്റേ ഭൂസംരക്ഷണ സമിതിനെ രാത്രി ആൾക്കാർ പിടിച്ച്, നിങ്ങൾ ചെയ്തതൊരു ചീത്ത ഭാഷ ഉപയോഗിച്ച് പറഞ്ഞു. അതല്ല, അത് ഞങ്ങൾക്ക് പറ്റിപ്പോയി, ക്ഷമിക്കണം. അത് KLCA പറഞ്ഞ് UDFന് വരാനായിട്ടൊരു സമരപ്പന്തൽ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു സമരപ്പന്തൽ തുടങ്ങി സർക്കാരിനെതിരെ വീണ്ടും സമരം ചെയ്യും. ഇപ്പം ഞങ്ങൾക്കും വരാം, UDFനും വരാം. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു തീരുമാനം വരികയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാമല്ലെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു നാടകമായിരുന്നു. VD സതീഷിന് വേണ്ടി VD സതീഷിനാലും ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു. അല്ല, നിങ്ങളുടെ ആദ്യത്തെ സമരം നടക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല സതീശൻ കുറേ 1 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു യോഗം നടത്തിയത്. 3.5 കിലോമീറ്റർ യോഗം നടത്തിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, അവിടെ കുറച്ച് BJPക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അവന്മാർ ചെവിയിൽ നുള്ളിപ്പോയി. ഇപ്പം അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ എനിക്കും പറയാം, ഞങ്ങളങ്ങ് പേടിച്ചു പോയി സതീശ. ഏതായാലും മുനമ്പത്തെ വോട്ടർമാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്, വലിയ ചതിയാണത്. ചതിക്ക് രണ്ട് കൂട്ടർ, ഇടതും വലതും ഒരേപോലെ മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളെ ചതിച്ചു. മുനമ്പംകാർ മാത്രമല്ല അറിയേണ്ടത്, ഈ മുനമ്പത്തെ ഈ നാടകം വിജയിച്ചിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ വക്കഫാക്കിയത് അല്ലേ? മുനമ്പം കേരളത്തിനെ രക്ഷിച്ചെന്നേ ഞങ്ങൾ പറയുള്ളൂ. അതെന്നെങ്കിലും കേരളത്തിലെ ഒരു കൂട്ടം ആൾക്കാർ മനസ്സിലാക്കും. അതെ.